ഹലോ ഓൾ 2025 കീം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഓൾറെഡി അതിൻ്റെ പ്രോസ്പെക്ടസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മൾ അതിൻ്റെ സിലബസ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കീമിൻ്റെ സിലബസ് വന്നപ്പോൾ നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നതൊക്കെ കീമിലുണ്ടായിരുന്നു. ഈ വർഷം ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മാത്തമാറ്റിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1 ഓൾജിബ്രയാണ്. നമ്മുടെ സെറ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സീക്വൻസ് ആൻഡ് സീരീസ് ഉണ്ട്, പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറി, നമ്മുടെ NCERT ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, അതിൽ ഓരോ സബ് ടോപ്പിക്കുകളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലീനിയർ ഇനീക്വാളിറ്റീസ് ഉണ്ട്. ട്രിഗണോമെട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റേഷ്യോസും ഫംഗ്ഷൻസ്, ഐഡന്റിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ ജിയോമെട്രിയിലേക്ക് വരികയാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻസ്, ത്രീ ഡയമെൻഷണൽ ജോമെട്രി, വെക്ടേഴ്സ് ഒക്കെ മുഴുവനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ മാത്തമാറ്റിക്സിൽ കാര്യമായിട്ട് എന്തില്ല, ഡിലീറ്റഡ് എന്ന് ഒന്ന് പറയാനൊന്നുമില്ല, എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ NCERT +1 +2 സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, കാൽക്കുലസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ സ്പെഷ്യലി ഒന്നും മെൻഷൻ ചെയ്യാനൊന്നുമില്ല. +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എന്തിനുണ്ട്, കീം എക്സാമിന് ഉണ്ട് എന്നുള്ള ഓർക്കുക. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അടക്കം എന്തിലുണ്ടായിരിക്കും, കീം എക്സാമിന് ഉണ്ടായിരിക്കും. ഫിസിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വരുന്നു. കൈനമാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, അതുപോലെ തന്നെ വർക്ക് എനർജി, പവർ വരുന്നുണ്ട്, റൊട്ടേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ, ഗ്രാവിറ്റേഷൻ, ഇതിൽ നമ്മുടെ സോളിഡ്സും ഫ്ലൂയിഡ്സും തെർമൽ പ്രോപ്പർട്ടീസ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ഉണ്ട്. സോ ബേസിക്കലി ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ JEE മെയിൻ ഒഴിവാക്കി എന്ന് പറഞ്ഞിരുന്ന ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ സബ് ടോപ്പിക് ഒന്നും ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ JEE മെയിൻ പോലെ തന്നെ നീറ്റൊക്കെ പോലെ തന്നെ ഡിലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതിനാണ് മനസ്സിലാക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നുമില്ല. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, മാഗ്നറ്റിസം ആക്ച്വലി ഉണ്ട്. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കഴിഞ്ഞാൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വിത്ത് എക്സാമ്പിൾസ് ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എർത്ത് മാഗ്നറ്റിസം, അല്ല നമ്മുടെ JEE മെയിന് ഇല്ല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് ആക്ച്വലി ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എർത്ത് മാഗ്നറ്റിസം തുടങ്ങിയ ഏരിയാസ് ആക്ച്വലി കീം എക്സാമിനും ഇല്ല. ഇനി വരുന്നത് EMI ആൻഡ് AC ആണ്. പിന്നെ അതിലൊന്നും എന്തില്ല, കാര്യമായിട്ട് ഡിലീറ്റഡ് എന്ന് പറയാനൊന്നുമില്ല. സോ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, റേഡിയേഷൻ, അത് കഴിഞ്ഞ് സെമി കണ്ടക്ടർ ഉണ്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് വരുന്നുണ്ട്, സെമി കണ്ടക്ടർ ഡിവൈസസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്തിലും ഇല്ല, കീമിലും ഇല്ല. ഓക്കെ, സോ ബേസിക്കലി JEE മെയിൻ്റെ ഏകദേശം അതുപോലത്തെ സിലബസ് തന്നെയാണ് ഈ വർഷം നമ്മുടെ കീമിന് ആക്ച്വലി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന കെമിസ്ട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഇതാ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി വെച്ച് തുടങ്ങുന്നു. സ്ട്രക്ചർ ഓഫ് ആറ്റം വന്നു, നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്റർ ഉണ്ട്, കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്, തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം വരുന്നുണ്ട്. ഇക്വിലിബ്രിയം കഴിഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ ഇലക്ട്രോ കെമിസ്ട്രിയാണ്. പിന്നെ നേരെ +2ലേക്ക് കടക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ +1 ഡിലീറ്റഡ് എന്ന് പറയുന്നത് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കീമിൻ്റെ സിലബസിൽ ഈ വർഷം കാണാൻ സാധിക്കുന്നില്ല. സൊല്യൂഷൻസ് കഴിഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞ് D and F ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. S ബ്ലോക്കും P ബ്ലോക്കും നമ്മുടെ JEE മെയിന് ഒഴിവാക്കിയതുപോലെ തന്നെ കാര്യമായിട്ട് ഇതിലില്ല. 11th കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, അതുപോലെ ഹൈഡ്രോ കാർബൺസ്, ആൽക്കഹോൾസ്, ഫീനോൾസ്, ആ ഏരിയാസ് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സിലബസിലുണ്ട്, ഒന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഇൻക്ലൂഡിങ് നൈട്രജൻ, ബയോമോളിക്യൂൾസ്. യൂണിറ്റ് 18 കൂടിയിട്ട് നമ്മുടെ എന്ത് തീരാണ്, സിലബസ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. വിച്ച് മീൻസ് നമ്മുടെ JEE മെയിൻ പോലെ തന്നെ ഡിലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും തന്നെ ഈ വർഷം മുതൽ കീമിലും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആരും ടെൻഷൻ എടുക്കേണ്ട. അപ്പോൾ ആകെ JEE അഡ്വാൻസ്ഡ് എക്സാമിന് മാത്രമേ നമുക്ക് ആ എക്സ്ട്രാ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി എക്സാമുകളിൽ ഒന്നും തന്നെ ആ സിലബസ് ആക്ച്വലി ഇല്ല. അതുകൊണ്ട് JEE മെയിന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെയിം സിലബസ് തന്നെയാണ് എന്തിലും ഉണ്ടായിരിക്കുക, നിങ്ങളുടെ കീം എക്സാമിൽ ഉണ്ടായിരിക്കുക. ആ ഒരു ടെൻഷനും നമുക്ക് ഇതോടുകൂടി ഒഴിവാക്കുകയാണ്. സോ ഈ ഒരു സിലബസിൻ്റെ വീഡിയോ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒപ്പീനിയൻസ് മറ്റും കമൻറ്റ് ചെയ്യുക. ആൻഡ് ആസ് യൂഷ്വൽ കീം ആസ്പയർ ചെയ്യുന്ന മാക്സിമം കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക.